നോർത്ത് ഇന്ത്യയിൽ കാണും പോലെ കൃത്യമായിട്ട് ആരാധന തടയുകയാണ് ലക്ഷ്യം. നമ്മൾ ഇവരുമായിട്ടൊന്നും യാതൊരു പ്രശ്നമോ യാതൊരു കാര്യമോ ഇല്ല. ഞങ്ങളൊക്കെ ക്രിസ്ത്യാനികളാണ്, ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ ആ പ്രാർത്ഥനയെ വിറ്റ് കാശാക്കുന്ന ഒരു വ്യക്തിക്കെതിരെയാണ് ഞങ്ങൾ സമരം നടത്തുന്നത്. ആരാധനയെ തടസ്സപ്പെടുത്താൻ ആർക്കും പറ്റത്തില്ല. ആരാധന തടസ്സപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ആരാധന നടത്തുന്നതിന് നമ്മൾ ഒരു തടസ്സവും നിന്നിട്ടില്ല. ഇവിടെ ബിനു പാസ്റ്റർ വന്ന് ചെയ്യാൻ പറ്റത്തില്ല. ഈ സ്ഥാപനം ഇങ്ങനെയുള്ള ബോർഡ് വെച്ചിട്ട് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കേരളത്തിൽ സംഘി ഭരണം വന്നു എന്ന് പറഞ്ഞപ്പോൾ ആർക്കും ബോധ്യപ്പെട്ടില്ല. ആ ബോധ്യപ്പെടാത്തവർ ഇപ്പോൾ നേരെ പത്തനംതിട്ട ഓമല്ലൂരിലേക്ക് നോക്കിക്കോളൂ. ഓക്കെ, ഞെട്ടിക്കുന്ന വാർത്തയാണ് എൻ്റെ പൊന്നു മനുഷ്യന്മാരെ വരുന്നത്. ഈ വീഡിയോ ദൃശ്യങ്ങളൊക്കെ ഫുള്ളായിട്ട് ഞാൻ വെച്ചു തരാം. അതായത് പത്തനംതിട്ടയിൽ ഇന്നലെ ഞായറാഴ്ച നല്ലവരായ ക്രിസ്ത്യാനികൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ്. അതിനെ തടയുകയാണ്. എന്തിന് തടഞ്ഞു എന്നല്ലേ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം പൊന്നു മനുഷ്യന്മാരെ. പത്തനംതിട്ട ഓമല്ലൂർ എന്ന പഞ്ചായത്തിലാണ് സംഭവം നടക്കുന്നത്. അവിടെ സ്നേഹനിധി എന്ന് പറയുന്ന ഒരു വൃദ്ധസദനമുണ്ട്. ആ വൃദ്ധസദനം നടത്തുന്നത് ക്രിസ്ത്യാനികളാണ്. ഓക്കെ, എന്നാൽ അവിടേക്ക് പ്രായപൂർത്തിയാകാത്ത ചില കുട്ടികളെ ഞങ്ങൾ നോക്കിക്കോളാമെന്ന് ആ വൃദ്ധസദനത്തിൻ്റെ ഉടമസ്ഥർ ആ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുവരികയും അതിനുശേഷം ആ പ്രായപൂർത്തിയാകാത്ത പിള്ളേരെ പീഡിപ്പിക്കുകയും അവരെ മർദ്ദിച്ചു എന്നാണ് കേസ്. എന്നാൽ പോലീസ് അന്വേഷിച്ചിട്ട് ആ പ്രതികളെ അറസ്റ്റ് ചെയ്തു. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ അവിടെ അവസാനിച്ചു. അതായത് പോലീസ് ആ പ്രതികളെ അറസ്റ്റ് ചെയ്തു. എന്നാൽ ഇന്നലെ ഞായറാഴ്ച ആ ഒരു കാരണം പറഞ്ഞുകൊണ്ട് BJP പ്രവർത്തകർ വന്ന് പറയുകയാണ് ഇവിടെ നിങ്ങൾ ആരാധിക്കണ്ട എന്ന്. ഞാനൊരു കാര്യം പറയാം. അവർ പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്ന വീഡിയോ ക്ലിപ്പൊക്കെ വെച്ച് തരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. ഇപ്പോൾ അമ്പലത്തിലും മുസ്ലിം പള്ളികളിലും എല്ലായിടത്തും ക്രിസ്ത്യൻ പള്ളികളിലും എല്ലായിടത്തും നടക്കുന്ന ഒരു സംഭവമാണ്. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കേസ് വരും. ആ കേസ് വന്നാൽ ആരാണ് അതിന് ഉത്തരവാദി? അവനെ നമ്മൾ പിടിച്ച് കൊണ്ടുപോകണം. അതിനുശേഷം നല്ലവരായ ജനങ്ങൾ വിശ്വാസികൾ വന്നിട്ട് ഇവിടെ പ്രാർത്ഥിക്കണ്ട എന്ന് പറയാൻ നമുക്ക് എന്തെങ്കിലും അധികാരമുണ്ടോ? BJP പ്രവർത്തകർ പറയുകയാണ് നിങ്ങൾ ഇനി മുതൽ അതായത് ഈ പള്ളിയിൽ പ്രാർത്ഥിക്കരുതെന്ന് പറയുകയാണ്. ഇത് ഇന്ത്യ രാജ്യമല്ലേ? അതായത് തെറ്റ് ചെയ്തവർ ശിക്ഷിക്കണം. നേരെ മറിച്ചിട്ട് നല്ലവരായ വിശ്വാസികളെ നിങ്ങൾ ഈ പള്ളിയിൽ മറ്റേ പ്രാർത്ഥന നടത്തണ്ട, ആരാധിക്കണ്ട എന്ന് പറയാൻ ഇവർക്കാരാണ് ലൈസൻസ് കൊടുത്തത്? ഓക്കെ, നമുക്ക് ഒന്നൊന്നായിട്ട് ചർച്ച ചെയ്യാം. ആ പ്രതികളെ പിടിച്ചിട്ടുണ്ട്. ആരാണ് ആ പ്രതികളെ പിടിക്കുന്ന വീഡിയോ ദൃശ്യം ഞാൻ വെച്ചു തരാം പൊന്നു മനുഷ്യന്മാരെ. അതിനുശേഷം ഇങ്ങനൊരു ക്രിസ്ത്യാനിയാണ്. എല്ലാ ക്രിസ്ത്യാനികളും ദൈവമേ ഞങ്ങൾക്ക് നീതി തരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ക്രിസ്ത്യാനിയായ മനുഷ്യൻ പറയുകയാണ് നന്നായി എന്ന് പറയുകയാണ്. അതായത് ഇവൻ ക്രിസ്ത്യാനികൾക്ക് തന്നെ എതിരാണ്. ഇവൻ പറയുന്ന കാര്യം കൂടി ഞാൻ വെച്ചു തരാം. ആദ്യം നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് കേട്ടു നോക്കാം പൊന്നു മനുഷ്യന്മാരെ. അതിനു മുമ്പ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. കാരണം ഇത്തരത്തിലുള്ള പരിപാടി നാലാളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എടുത്ത് ഭീഷണി മുഴക്കിയിട്ടുണ്ട്. പുള്ളി എന്നെ വെള്ള പുതപ്പിച്ച് കിടത്തുന്നു. എൻ്റെ കൂടെ നടക്കുന്ന പ്രവർത്തകരോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നെ അധികം നാൾ കാണേണ്ടതായിട്ട് വരത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പക്വതയില്ലായ്മ കൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇത് നടത്തുന്നത്. നിങ്ങൾ മുൻകൈ എടുത്ത് നിങ്ങൾക്ക് നടത്താൻ ഇതില്ലേ, സ്റ്റേഷനിൽ കേസ് ഫയൽ ചെയ്ത് എന്നെ അകത്തിടുമെന്നും പറഞ്ഞിട്ടുണ്ട്. ആരാധന തടസ്സപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ആരാധന നടത്തുന്നതിന് നമ്മൾ ഒരു തടസ്സവും നിന്നിട്ടില്ല. ഇവിടെ ബിനു പാസ്റ്റർ വന്ന് ചെയ്യാൻ പറ്റത്തില്ല. ഈ സ്ഥാപനം ഇങ്ങനെയുള്ള ബോർഡ് വെച്ചിട്ട് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവരിവിടുന്ന് മാറി എവിടെ പോയിരുന്നു വേണമെങ്കിലും ആരാധന നടത്തിക്കോട്ടെ. നമുക്ക് അതിനൊന്നും ഒരു പ്രശ്നമില്ല. ഈ തടഞ്ഞെന്നുള്ളത് സത്യമല്ല. തടഞ്ഞില്ല, നമ്മൾ തടഞ്ഞില്ല. നമ്മൾ ബിനു പാസ്റ്ററിനെ അറസ്റ്റ് ചെയ്യണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പ്രാർത്ഥന നടക്കുന്നുണ്ട്. നിലവിൽ ഈ ഒരു സ്ഥാപനത്തിന് ലൈസൻസ് ഉണ്ടോ? ഇല്ല, പുള്ളിയുടെ ഇതിന് ലൈസൻസ് ഉണ്ട്. ബോർഡ് വെച്ച് പ്രവർത്തിക്കണമെങ്കിൽ ലൈസൻസ് വേണം. ഇത് ഓഡിറ്റോറിയത്തിന്റെ പെർമിറ്റ് മാത്രമാണ് ഇതിലുള്ളത്. നിലവിൽ ബിനു പാസ്റ്റർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടോ? ഇതിലോ ഇവിടെ കേസ് എടുത്തിട്ടില്ല. നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പഞ്ചായത്തിന്റെ പേരിൽ. ഇപ്പൊ ആ വ്യക്തിയും കൊടുത്തിട്ടുണ്ട്, ഓഡിറ്റോറിയം ഉടമയും കൊടുത്തിട്ടുണ്ട്. അല്ല, മാറണമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്നാ ലാസ്റ്റ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്? കാരണം ഇന്നലെ തൊട്ട് ഒഴിഞ്ഞു മാറാനുള്ള നടപടി സ്വീകരിക്കണം എന്നാ പറഞ്ഞത്. അപ്പം ഈ ബിൽഡിങ്ങിന് പുള്ളിയെ കുറേ രാഷ്ട്രീയ കക്ഷികൾ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ കയറി ഇത് നടത്തി കഴിഞ്ഞാൽ എല്ലാം അടിച്ചു തകർക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെ
ഇതിൽ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചറിയും. എൻ്റെ കയ്യിൽ ഈ നോട്ടീസ് കൊണ്ട് തരികയും ഞാൻ പഞ്ചായത്തിലുള്ള ഒരു സ്ഥാപനം നശിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് ചോദ്യം വരുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ആക്ഷൻ കൗൺസിലിൻ്റെ ഇതിൽ വന്നത്. അല്ലാതെ പറയുന്നത് പോലെ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല ഇതിലൊന്നും മുൻകൈ എടുത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിലല്ല ഇത് നടന്നതും വൃദ്ധസദനത്തിൻ്റെ പേരിൽ ഇവിടെ വരുന്ന കുഞ്ഞുങ്ങളെയാണ് അവിടെ കൊണ്ടുപോയിരുന്നതാണ് നമുക്ക് കഴിയാൻ കഴിഞ്ഞത്. നമുക്ക് അങ്ങനെ ഒരാളോട് വ്യക്തിപരമായിട്ട് പുള്ളി പറയുന്നത് എനിക്ക് വ്യക്തിപരമായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്നാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുമില്ല, എനിക്ക് അറിയത്ത പോലും ഇല്ല ഇങ്ങനെ ഒരാൾ ആരാണെന്ന് പോലും. എനിക്ക് എൻ്റെ അടുത്ത് ഭീഷണി മുഴക്കിയിട്ടുണ്ട്. പുള്ളി എന്നെ വെള്ള പുതപ്പിച്ച് കിടത്തുമെന്നു എൻ്റെ കൂടെ നടക്കുന്ന പ്രവർത്തകരോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നെ അധികം നാൾ കാണേണ്ടതായിട്ട് വരത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തോ ലൈവ് ചെന്നീർക്കര പഞ്ചായത്ത് ഞങ്ങൾ എന്തിനു പോയി എന്ന് ഓമല്ലൂർ പഞ്ചായത്ത് എന്നുള്ള രീതിയിലാണ് വാർത്ത. നിങ്ങളും കണ്ടു കാണുമല്ലോ, വാർത്ത കണ്ടേക്കുന്നത് നമ്മൾ അങ്ങനെയാണ്. അത് കണ്ടുകൊണ്ടാണ് നമ്മൾ അവിടെ എത്തിയത്. ഓമല്ലൂർ പഞ്ചായത്തിൽ എവിടെയാണ് ഇത് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അവിടെ എത്തിയത്. അവിടെ എത്തിയപ്പം നമ്മൾ കണ്ട കാര്യം ഇങ്ങനെയൊക്കെയാണ്. അത് നമ്മളാണ് ഈ ചാനലിലൂടെ പുറത്ത് കൊണ്ടുവന്നത്. ഇന്ന് അവർ അറസ്റ്റിലുമായി. പക്ഷേ അതൊന്നും നമുക്കിനി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇവിടെ കണ്ട കാര്യം, ഞാൻ കഴിഞ്ഞ ദിവസം ആ പ്രശ്നം നടന്ന അന്ന് രാത്രി എനിക്കിവിടെ തുറന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ അതിനകത്തൊരു ആളെ പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ഒരു പ്രാർത്ഥന നടത്തുന്ന പ്രാർത്ഥനാ കേന്ദ്രത്തിൽ നമുക്ക് ഏത് ദിവസമാണെങ്കിലും ചൊവ്വയോ വെള്ളിയോ ഞായറോ ശനിയോ എന്ന് വേണമെങ്കിലും നമുക്ക് പ്രാർത്ഥന നടത്താം. പക്ഷേ എന്തിനാണ് ഈ ഒരാളെ കൊണ്ട് അന്ന് വന്ന ആളാണെന്നും പറഞ്ഞു. അന്ന് വന്ന ആളെ എന്തിനാ ഒരു പരിചയമില്ലാത്തടത്ത് കൊണ്ട് പൂട്ടിയിട്ടാൽ നമ്മൾ എന്താ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അപ്പം അങ്ങനെ നടക്കുന്ന ഒരു കാര്യത്തിലാണ് നമ്മൾ ഇപ്പം ഇന്നെന്നെ വിളിച്ചപ്പോൾ ഞാൻ അതിൻ്റെ പേരിൽ വന്നു. പിന്നെ ഓഡിറ്റോറിയത്തിൻ്റെ ആളുകൾ ഈ നോട്ടീസ് തന്നപ്പോൾ അവരുടെ സ്ഥാപനത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ പഞ്ചായത്തിൻ്റെ മേൽ വരുമെന്നുള്ള ഇതുകൊണ്ടുമാണ് നമ്മൾ ഇന്നത് ഇടപെട്ടേക്കുന്നത്. ഓക്കെ, പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഒരു കാര്യം പറയാം. അതായത് നിങ്ങൾ ഈ പറയുന്നതിൽ തന്നെ ഒരു കൃത്യതയില്ല, ബബ അടിക്കുകയാണ്. അതായത് ആരാധന തടയാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? പോലീസില്ലേ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ് എൻ്റെ പൊന്നു മനുഷ്യന്മാരെ. മുസ്ലിം പള്ളിയിൽ ഒരു എക്സാമ്പിളാണ്. മുസ്ലിം പള്ളിയിൽ ഒരു മർഡർ നടന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നു. ഓക്കെ, നമ്മൾ പോലീസിൽ പരാതി കൊടുത്തു, പോലീസ് വന്നിട്ട് പ്രതിയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു. എന്നാൽ വെള്ളിയാഴ്ച നല്ലവരായ മുസ്ലിമീങ്ങൾ ജുമാ നിസ്കരിക്കാൻ വേണ്ടി പള്ളിക്ക് വരുന്നു. അവിടേക്ക് BJP പ്രവർത്തകർ ഓടി വരുന്നു. അതിനുശേഷം ഞങ്ങൾ സമ്മതിക്കൂല നിസ്കരിക്കാൻ എന്ന് പറയുന്നത് എന്തർത്ഥമാണുള്ളത്? അതേ സംഭവമാണ് ക്രിസ്ത്യാനികൾക്ക് നേരെ ഉണ്ടായത്. അതായത് പോലീസ് പ്രതികളെ പിടിച്ചിട്ടുണ്ട്, എല്ലാം കഴിഞ്ഞിട്ടാണ് ഇവർ ഓടി വരുന്നതും ഇവിടെ നിങ്ങൾ ആരാധിക്കണ്ട, പ്രാർത്ഥന നടത്തണ്ട പറയും. ഇത് ഇന്ത്യ രാജ്യമല്ലേ? ഇവിടെ ഒന്ന് പൊളിറ്റിക്സ് ഒന്ന് പഠിക്കണം. ഓക്കെ, ഇന്ത്യ രാജ്യത്ത് എനിക്ക് വേണമെങ്കിൽ, അതായത് മതം ഇല്ല, ഞാൻ മതം വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കാം. ഏത് മതത്തിൽ വേണമെങ്കിലും, നാളെ എനിക്ക് ക്രിസ്ത്യാനിൽ ചേരാം, അല്ലെങ്കിൽ ഞാൻ മുസ്ലിമിൽ ചേരാം, അല്ലെങ്കിൽ ഹിന്ദുവിൽ ചേരാം, എന്തിലും പോവാം, അതൊക്കെ അധികാരമുണ്ട്. എനിക്കിവിടെ എവിടെ വേണമെങ്കിൽ നമസ്കരിക്കാനും എല്ലാത്തിനും അധികാരമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു രാജ്യത്ത് നിങ്ങൾ നമസ്കരിക്കണ്ട, നിങ്ങൾ ആദരിക്കണ്ട എന്ന് പറയാൻ നിങ്ങൾക്ക് ആരാണ് ലൈസൻസ് തന്നത് എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഞാൻ ചോദിക്കുന്നത്. പ്രതികളെ പോലീസ് പിടിച്ചിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഞാൻ വെച്ച് തരാം. ഒരു ക്രിസ്ത്യാനി തന്നെ ക്രിസ്ത്യാനികൾക്കെതിരായി സംസാരിക്കുന്ന ഒരു വീഡിയോ ദൃശ്യം നിങ്ങളൊന്ന് കേൾക്കണം. ഓക്കെ, പ്രാർത്ഥനയെ വിറ്റ് കാശാക്കുന്ന ഒരു വ്യക്തി. പക്ഷെ ഇദ്ദേഹത്തിനെതിരെ ഒരു നിയമ നടപടിയില്ല. കാരണം സാങ്കേതികമായി മുഴുവൻ സംവിധാനങ്ങളും ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ജനങ്ങളുടെ പ്രതിഷേധം ജനങ്ങൾ അറിയിക്കുകയല്ലാതെ നിയമപരമായിട്ട് ഇവിടുത്തെ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഇതിന് അനുകൂലമായ ഒരു നടപടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചൊന്നുമല്ല ഞങ്ങൾ സമരം ചെയ്യുന്നത്. ഞങ്ങൾ സാധാരണക്കാരായ ആളുകൾ, ഞങ്ങളൊക്കെ ക്രിസ്ത്യാനികളാണ്, ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ ആ പ്രാർത്ഥനയെ വിറ്റ് കാശാക്കുന്ന ഒരു വ്യക്തിക്കെതിരെയാണ് ഞങ്ങൾ സമരം നടത്തുന്നത്. അല്ലാതെ പ്രാർത്ഥനയ്ക്കെതിരെയല്ല. പ്രാർത്ഥനകൾ നടന്നോട്ടെ, പ്രാർത്ഥനയ്ക്കൊന്നും ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷേ യൂട്യൂബ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇദ്ദേഹം എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നതെന്ന്. പാവപ്പെട്ട ആളുകളെ പേടിപ്പിച്ച് അവരെ ഭൂതമുണ്ട്, സാത്താനുണ്ട്, പ്രേതമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് അവരിൽ നിന്ന് പൈസ തട്ടിയെടുക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങള് ഈ ഒരു പ്രശ്നം അറിഞ്ഞോ അറിയാതെയോ ഓമല്ലൂർ പഞ്ചായത്ത് അതിനകത്ത് ഉൾപ്പെട്ടു പോയി. കാരണം ഇതിനുള്ള ആളുകളെ മുഴുവൻ ഇവൻ കണ്ടെത്തുന്നത് ഓമല്ലൂർ പഞ്ചായത്തിലെ ഈ കേന്ദ്രത്തിൽ നിന്നാണ്. ഈ ഓമല്ലൂർ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഇവന്റെ പ്രാർത്ഥനാ കേന്ദ്രത്തിൽ നിന്നാണ് ആളുകളെ ഇവൻ മറ്റ് സ്ഥലത്ത് പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് ഇവ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, ബിനാമിയായി ഇവനെ അനുകൂലിക്കുന്ന ആളുകൾ നടത്തുന്ന മറ്റനേകം വൃദ്ധസദനങ്ങളുമുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്, ഇവിടെ മരണം നടന്നാൽ ഈ മൃതദേഹങ്ങൾ
ഏത് സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്കാണ് പോകുന്നത് എന്ന് പരിശോധിക്കാൻ ഒരു സംവിധാനം കൂടെ നമ്മുടെ സർക്കാർ തലത്തിൽ ഉണ്ടാകണം എന്നൊരു ആവശ്യം കൂടെ ഞങ്ങൾ ഉന്നയിക്കുകയാണ്. അല്ല, പ്രാർത്ഥന ഈ തരത്തിൽ പ്രാർത്ഥന മുന്നോട്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. കാരണം ഇത് പ്രാർത്ഥനയല്ലല്ലോ, ഇവിടെ പ്രാർത്ഥനയല്ല, ഇതൊരു ബിസിനസ്സാണ്. ഇതൊരു വ്യക്തമായ കച്ചവടമാണ് ഇവിടെ നടക്കുന്നത്, അല്ലാതെ ഒരു പ്രാർത്ഥനയല്ല ഇവിടെ നടക്കുന്നത്. പ്രാർത്ഥനയല്ല നമ്മൾ എതിർക്കുന്നത്. ബിനു വാഴമുട്ടം നടത്തുന്ന കച്ചവടങ്ങളെയാണ് നമ്മൾ ഇപ്പോൾ എതിർത്തുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ശക്തമായ ജനരോഷം തന്നെ ഉണ്ടാകും. അതിൻ്റെ അകത്ത് ജാതിയില്ല, മതമില്ല, വർഗമില്ല, രാഷ്ട്രീയമില്ല. എല്ലാവരും ഒന്നു ചേർന്നാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്. അതിൻ്റെ അകത്ത് CPM ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്, എല്ലാവരും ഉണ്ട്. നാട്ടുകാരായി ഒന്നുമില്ല, ഒരു രാഷ്ട്രീയമില്ലാത്ത നാട്ടുകാരും ഇതിൻ്റെ അകത്ത് ഭാഗവാക്കുകളാണ്. അവരെല്ലാവരും കൂടെ ചേർന്നാണ് ഇതിനെതിരെ സമരം നടത്തുന്നത്. ഇത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഓമല്ലൂരിലും പരിസര പ്രദേശങ്ങളിലും ഏലോഹി മിനിസ്ട്രി എന്ന പേരിൽ ബിനു വാഴമുട്ടം എന്ന പാസ്റ്റർ നടത്തുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയുടെ മറവിൽ നടത്തുന്ന അനാശാസ്യ പ്രവർത്തനങ്ങൾക്കെതിരെയാണ് ഞങ്ങൾ ഇവിടെ പ്രതിഷേധവുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഇദ്ദേഹം സന്തോഷ് ജംഗ്ഷനിൽ ഇതേപോലെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രാർത്ഥനാലയം നടത്തിയിരുന്നു. അവിടെയും ഇതേപോലെ പ്രശ്നങ്ങൾ, അവിടെ ആളുകളെ കൊണ്ടിട്ട് മർദ്ദിക്കുക, അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ, ഈ പാവപ്പെട്ട സ്ത്രീകളെ കൊണ്ടുവന്ന് മറ്റു പ്രവർത്തനങ്ങൾക്ക് ചെയ്യുക. ഇവിടെ മരണം നടന്നാൽ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലേക്ക് മൃതദേഹം സപ്ലൈ ചെയ്യുന്ന ഒരു ഏജന്റായി പ്രവർത്തിക്കുക, ഇതൊക്കെ ബിനു വാഴമുട്ടത്തിനെ കുറിച്ചുള്ള ആരോപണങ്ങളാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് പല കാര്യങ്ങളും ഇപ്പൊ തെളിഞ്ഞുകൊണ്ടിരിക്കുക. ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ചുകൊണ്ട് വാഴമുട്ടത്ത് ഇദ്ദേഹം പണിയുന്ന ഒരു വലിയ മണിമാളിക, ഏതാണ്ട് 2.5 കോടി രൂപയ്ക്ക് മുകളിൽ മുതൽ മുടക്കിൽ അദ്ദേഹം പണിയുന്ന മണിമാളികയുടെ പണിക്കാരാക്കി കൊണ്ടുപോവുക, പഠിപ്പിക്കാനെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് പണിക്കാരെ കൊണ്ട് അങ്ങനെ കാര്യങ്ങൾ ഇപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുക. ഇത് വളരെ വർഷങ്ങൾക്ക് മുൻപേ നമുക്ക് സംശയം ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ തെളിവ് സഹിതം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഇവിടെ പ്രതിഷേധിക്കുന്നത് ഒരിക്കലും ഒരു പ്രാർത്ഥനാ കേന്ദ്രത്തിനെതിരെ അല്ല. ഈ ബിനു വാഴമുട്ടത്തിന്റെ പ്രാർത്ഥനയോ ഇവിടെ നടത്തുന്ന സംഭവങ്ങളെ ഒന്നുമല്ല. ബിനു വാഴമുട്ടം എന്ന വ്യക്തിയുടെ നടപടികൾക്കെതിരെയാണ്. ഓക്കെ, ഇങ്ങനെ പറയുന്നത് ഇങ്ങനെയാണ്. വാക്കിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ ഒരു BJP കാരനായിരിക്കുമെന്നാണ്. കാരണം എല്ലാ ക്രിസ്ത്യാനികളും നെഞ്ചു പൊട്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ മാത്രം ഇങ്ങനെ പറയുന്നത് ഞാൻ അത്ഭുതപ്പെടുകയാണ്. പൊന്നുമനുഷ്യന്മാരെ, ഒരു ക്രിസ്ത്യാനി പള്ളിയിലച്ഛനും തോന്നുന്നുണ്ട്, എനിക്ക് പേഴ്സണലി അറിയത്തില്ല, അദ്ദേഹം കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് വെച്ച് തരാം പൊന്നുമനുഷ്യന്മാരെ. അതിനു മുമ്പ് നമുക്ക് ആ പ്രതികളെ പിടിച്ച ഒരു വാർത്ത, ആരാണ് അത്തരത്തിൽ ആ ഒരു വൃത്തികേട് ചെയ്ത് ഈ പ്രശ്നത്തിനൊക്കെ തുടക്കം കുറിച്ചത് ആരാണ്, നിങ്ങൾ ഈ ഒരു വാർത്ത ഒന്ന് കാണണം. ഓക്കെ, സ്ഥാപനത്തിന് കീഴിലെ വൃദ്ധസദനത്തിന്റെ അംഗീകാരം റദ്ദാക്കും. ജില്ലാ സാമൂഹ്യ നീതി വകുപ്പ് ഓഫീസർ ഇന്ന് റിപ്പോർട്ട് നൽകും. ഹൈക്കോടതി ഇന്നലെ പോലീസിനെയും അധികൃതരെയും രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 12 പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനം വിളിക്കും തൊട്ട് മുൻപ് വരെ ഫോണിൽ എനിക്ക് അദ്ദേഹത്തെ ലഭ്യമായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന് ചില നിയമ തടസ്സമൊക്കെ ഉണ്ടെന്ന് അറിയിപ്പ് നൽകി. എങ്ങോട്ടാണിത് പോയെന്നറിയില്ല, ഇതുവരെയും പിന്നെ ഫോൺ വിളിച്ചിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ പാസ്റ്റർ മുങ്ങിയോ എന്നുള്ള ചോദ്യമാണ് എല്ലാവരും ഉയർത്തുന്നത്. അദ്ദേഹം പൊങ്ങുമായിരിക്കും. എന്തായാലും അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലെ മാനേജർ അടക്കം 3 പേരെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. ഈ ബാലപീഡനം അടക്കമുള്ള പരാതികളിൽ അദ്ദേഹത്തിൻ്റെ ഈ എലോഹിം വർഷിപ്പ് ഹോമിന് കീഴിലുള്ള സ്നേഹത്തണൽ എന്ന വൃദ്ധസദനത്തിലെ ജീവനക്കാർ മാനേജർ അടക്കമുള്ള 3 പേർ റിമാൻഡിലായത്. എന്തായാലും അങ്ങനെ ഇരിക്കെ ഇപ്പോൾ PG പറഞ്ഞതുപോലെ മുൻകാലങ്ങളിലൊക്കെയും ഈ വിഷയങ്ങൾ അവിടെ നടന്നിരുന്നു എന്നുള്ളത് ബോധ്യമാകുന്ന രീതിയിലാണ് നമ്മൾ ഓരോ ദിവസവും നൽകിയ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നത്. അതനുസരിച്ച് എന്തായാലും ഈ സംഭവം ഉണ്ടായ ശേഷമെങ്കിലും അധികൃതർ കൃത്യമായി ഇടപെട്ടു. പ്രാഥമിക റിപ്പോർട്ട് നേരത്തെ തന്നെ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസർ നൽകിയതാണ്. ഇന്നിപ്പോൾ സാമൂഹ്യനീതി വകുപ്പിൻ്റെ ജില്ലാ ഓഫീസർ ഇതിൻ്റെ വിശദമായ റിപ്പോർട്ട് സംസ്ഥാന വകുപ്പിനും, അതായത് സാമൂഹ്യനീതി വകുപ്പിനും ഒപ്പം തന്നെ ഓർഫനേജ് കൺട്രോൾ ബോർഡിലേക്കും അയക്കും. ആ റിപ്പോർട്ട് ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് ചേരുന്ന ഓർഫനേജ് കൺട്രോൾ ബോർഡ് പരിശോധിക്കും. നിലവിൽ ഈ ബിനു വാഴമുട്ടത്തിന്റെ സ്ഥാപനത്തിന് അടുത്ത മാസം 12-ാം തീയതി വരെ ഈ ഓർഫനേജ് കൺട്രോൾ ബോർഡിന് ലൈസൻസ് ഉണ്ട്. പക്ഷേ അടുത്ത മാസം ചൊവ്വാഴ്ച ചേരുന്ന യോഗത്തിൽ വെച്ച് ഈ ലൈസൻസ് റദ്ദാക്കാനുള്ള ശുപാർശ ജില്ലാ സാമൂഹ്യനീതി ഓഫീസറുടെ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടുണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. PG പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സാമൂഹ്യനീതി ഓഫീസർ അല്ലെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് അവിടുത്തെ അന്തേവാസികളായി, അതായത് ഈ സംഭവം ഉണ്ടായ ശേഷം ഈ സ്ഥാപനത്തിലെ എല്ലാ അന്തേവാസികളെയും സർക്കാർ ഇടപെട്ട് മാറ്റിപ്പാർപ്പിച്ചിരുന്നു. അവരെ ഓരോരുത്തരെ നേരിൽ കണ്ടാണ്. അതിൽ ഒരാൾ ഈ ഉദ്യോഗസ്ഥരോട് പറഞ്ഞൊരു കാര്യം ഞാൻ പങ്കുവെക്കാം. 2023 മറ്റോ അവിടുത്തെ ഒരു അമ്മയാണ്, ഒരു പ്രായമുള്ള സ്ത്രീയാണ്. അവരോട് ചോദിച്ചപ്പോൾ അവർ ഇന്നലെ അവരെ റെസ്ക്യൂ ചെയ്ത് സർക്കാരിൻ്റെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. അവിടെ വൈകുന്നേരം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഉദ്യോഗസ്ഥർ അവിടെ എത്തുന്നത്. അവരോട് ഈ പ്രായമായ അവർ പറഞ്ഞത്, ഏതാണ്ട് 3 വർഷത്തിന് ശേഷം രുചികരമായ ഒരു ഭക്ഷണം ഞാൻ കഴിക്കുന്നത്, അതായത് തൻ്റെ എല്ലാ സ്വത്തും മറ്റു വകകളും എല്ലാം എഴുതി വെച്ചാണ് ഈ സ്നേഹത്തണലിൻ്റെ അഭയത്തിലേക്ക് എത്തിയത്. പക്ഷേ രുചികരമായ ഒരു ഭക്ഷണം ഞാൻ കഴിക്കുന്നത് 4 വർഷത്തിന് ശേഷം ഇന്നാണ് എന്നാണ് ഈ ഉദ്യോഗസ്ഥരോട് അവർ പറഞ്ഞത്. അപ്പോൾ അത്രത്തോളം കൊടിയ പീഡനങ്ങളും
സമ്മർദ്ദങ്ങളും വിഷമങ്ങളും ഒക്കെ അവിടെ പ്രായമായവരെല്ലാം അനുഭവിച്ചുകൊണ്ടിരുന്നു. അവിടേക്കാണ് ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടികളും എത്തിയത്. സംരക്ഷിച്ചോളാമെന്ന് വാക്ക് നൽകിയാണ് പാസ്റ്റർ വിഴു മാനവിട്ട് അവരെ കൊണ്ടുവന്നത്, ഇടുക്കി സ്വദേശികളെ. പക്ഷെ അവർക്കും അവിടെ വെച്ച് ക്രൂരമായ പീഡനത്തിനും ബാലവേലയ്ക്കും ഇരയായി എന്നുള്ളതാണ് എന്തായാലും ഈ ഗുരുതരമായ കണ്ടെത്തലുകൾ. ഓക്കെ, ഇത് മാറ്റർ വേറെയാണ്. അതായത് പ്രതികളെ, തെറ്റ് ചെയ്തവരെ പോലീസ് പിടിച്ചു. പിന്നെ എന്തിനാണ് BJP പ്രവർത്തകർ പോയിട്ട് നിങ്ങൾ ഇവിടെ ആഘോഷിക്കണ്ട, അല്ല നിങ്ങൾ ഇവിടെ ആദരിക്കണ്ട, നിങ്ങൾ ഇവിടെ നമസ്കരിക്കണ്ട, പ്രാർത്ഥിക്കണ്ട പറഞ്ഞു? എന്ത് തെറ്റാനുള്ളത്? നിയമത്തിന്റെ വഴിക്ക് പോകുന്നുണ്ട്. പിന്നെ ഇവർക്കാരാണ് അധികാരം കൊടുത്തത്? ഓക്കെ പൊന്നു മനുഷ്യന്മാരെ, ഒരു പള്ളിയിൽ അച്ഛനെന്ന് തോന്നുന്നുണ്ട്, ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഞാൻ വെച്ചു തരാം. അതിനു മുമ്പ് അവിടുത്തെ നാട്ടുകാർക്കൊക്കെ എന്താണ് പറയാനുള്ളത് അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. കേരളത്തിൽ സംഘി ഭരണം വന്നു എന്ന് പറഞ്ഞപ്പോ ആർക്കും ബോധ്യപ്പെട്ടില്ല. ആ ബോധ്യപ്പെടാത്തവർ ഇപ്പോ നേരെ പത്തനംതിട്ട ഓമല്ലൂരിലേക്ക് നോക്കിക്കോളൂ. അവിടത്തെ ഒരു പ്രാർത്ഥനാ ഹാളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. പ്രതികളായെന്ന് പറയുന്നവരെ പിടിച്ചിട്ടുമുണ്ട്. എന്നിട്ട് ഇവിടെ ആരാധനയ്ക്ക് എന്തുകൊണ്ട് തടസ്സം ചെയ്യുന്നു? ആരാധിക്കാൻ പറ്റാത്ത കാരണം എന്താണെന്ന് ചേച്ചിക്ക് അറിയില്ലേ? പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിങ്ങൾ വോട്ട് ചെയ്തത് ആർക്കാണ്? ആ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവർ അധികാരത്തിൽ വന്നതിന്റെ വിസ്മയങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോർത്ത് ഇന്ത്യയിലൊക്കെ നടന്ന് കണ്ടിട്ടുള്ള കാഴ്ച നമ്മളിപ്പോൾ പത്തനംതിട്ട ഓമല്ലൂരിൽ കാണുകയാണ്. പെന്തക്കോസ് വിഭാഗക്കാരുടെ പ്രാർത്ഥനാ കേന്ദ്രം, അവിടെ ഒരു ദൃശ്യം പുറത്തു വന്നു, 17കാരനെ ക്രൂരമായി പീഡിപ്പിക്കുന്നത്. ആ പീഡിപ്പിക്കുന്ന വ്യക്തികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്, നടപടികൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഇനി പ്രാർത്ഥിക്കാൻ പറ്റില്ല, പെന്തക്കോസ് സഭയുമായി ബന്ധപ്പെട്ട സ്ഥാപനം പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് മുന്നിൽ നിന്ന് പറയുന്നത് BJP ഭരിക്കുന്ന ഓമല്ലൂർ പഞ്ചായത്തിലെ പ്രസിഡന്റും അവരെല്ലാം കൂടി ചേർന്ന് അവിടെ ബൈബിളുമായി പ്രാർത്ഥിക്കാൻ വന്നവരെ കയ്യേറ്റം ചെയ്തു എന്ന് പറയുന്നത് അവിടത്തെ പാസ്റ്റർ. എന്തൊരു വിസ്മയമാണ്! നിങ്ങളെ പിരിഞ്ഞു പോകണം കേട്ടോ, നിങ്ങളെ പിരിഞ്ഞു പോകണം. അത് നിയമ സംവിധാനത്തിലൂടെ നിങ്ങൾ അതിന്റെ സ്റ്റേ മേടിക്കും. പ്രാർത്ഥന എന്ന് പറയുന്ന പ്രവർത്തനമാണ് നടക്കുന്നത്, മതമാറ്റമാണ് നടക്കുന്നത്. അവരെ കൊണ്ട് നടത്തിപ്പിച്ച് ഇറങ്ങത്തുള്ളൂ അവരുടെ പരിപാടി നടക്കും. നിങ്ങളെ എന്തെങ്കിലും നിയമപരമായ അധികാരമുണ്ടോ? നിയമപരമായ അധികാരമുള്ള അധികാരികളുണ്ട്. നിങ്ങൾ അവരെ സമീപിക്കുക, നിയമപരമായുള്ള അധികാരികളെ സമീപിക്കുക. മനസ്സിലായോ? ജില്ലാ ഭരണാധികാരിയുണ്ട്. ഇലവന്തിട്ട എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് ഈ സംഭവങ്ങൾ നടന്നിരിക്കുന്നത്. ഇലവന്തിട്ട പോലീസ് സ്റ്റേഷൻ അത് അവിടെ കേസ് എടുത്തിട്ടുണ്ട്, 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, റിമാൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളോട് കിടന്ന് അലയ്ക്കാനിരിക്കും വയ്യ. നിങ്ങൾ പഞ്ചായത്ത് നോട്ടീസ് കൊടുത്തെന്ന് പറഞ്ഞ അയാൾക്ക് ഒരു അവകാശമുണ്ട്. നിങ്ങൾ ഒരു വാടക വീട്ടിൽ താമസിച്ചാൽ ഒരു സുപ്രഭാതത്തിൽ വന്ന് വാടക ഓണർക്ക് നിങ്ങളെ ഇറക്കി വിടാൻ പറ്റുമോ? നിങ്ങളെ കേൾക്കണം. നിങ്ങളെ നോട്ടീസ് കൊടുത്ത് കേൾക്കണം. വണ്ടി ഇടിപ്പിച്ചാൽ എന്താ സാറേ പറയാനുള്ളത്? വണ്ടി ഇടിപ്പിച്ചാൽ എന്താ പറയാനുള്ളത്? വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ നോക്കിയാൽ എന്താ പറയാനുള്ളത്? ഇൻഷുറൻസ് ഇല്ലാത്ത വണ്ടി കൊണ്ട് ഇടിപ്പിച്ച് കൊല്ലാൻ നോക്കി, അതിനൊന്നും പറയാനില്ല പോലീസിന്. ഇതിന്റെ പുറകെ പല രാഷ്ട്രീയ പാർട്ടികളുണ്ട്, മനസ്സിലായോ? ഇത് ആക്ഷൻ കൗൺസിൽ എടുത്ത തീരുമാനമാണ്. കേരളത്തിൽ സംഘപരിവാർ സ്വാധീനമുള്ള ഭരണം വന്നു എന്ന് ഇനിയും ബോധ്യപ്പെടാത്തവർ നേരം വെളുക്കാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും BJPയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന അനൂപ് ആന്റണി, PC ജോർജും മകൻ ഷോൺ ജോർജും ഒക്കെ ചത്തതുപോലെ കിടക്കുകയാണ്, ഒരനക്കവും ഇല്ല. തൊട്ടടുത്തായിട്ടുള്ള കോട്ടയം ജില്ലയിലുള്ളവരാണ്. അവർക്കിപ്പോ കേരളത്തിലെ ക്രിസ്ത്യൻ സഭകളുടെ ഒരു ഭാഗമായിട്ടുള്ള പെന്തക്കോസ് വിഭാഗക്കാർ ആക്രമിക്കപ്പെട്ടതിൽ, അവരുടെ പ്രാർത്ഥനകൾക്ക് മേൽ കടന്നു കയറിയതിൽ ഒരാശങ്കയും ആകുലതയുമില്ല. കേരളത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ദാമോദരൻ മകൻ സതീശൻ ഭരിക്കാൻ കയറിയതിനു ശേഷം BJPക്കാരെല്ലാം സന്തോഷത്തിലാണ്. അത് ഗവർണറിൽ തുടങ്ങി BJPയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് വരെ എന്താണ് കാണിക്കുന്നതെന്ന് നിങ്ങൾ കാണുന്നില്ലേ? ഗവർണർ സ്വന്തം നിലയ്ക്ക് വന്ദേ മാതരം ഒക്കെ പാടിപ്പിക്കുന്നു. ഗവർണർ തന്നെ സ്വന്തം നിലയ്ക്ക് ഭരണം കൈയാളിക്കൊണ്ട് ഉദ്യോഗസ്ഥ തല യോഗം വിളിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വഴിയിലൂടെ അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ, മറ്റൊരു സൈഡിലൂടെ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ അദ്ദേഹം സംഘി VCമാരെ നിയമിക്കുന്നു. അതേ സംഘി VCമാർ നേരെ RSS സർസംഘചാലകായിട്ടുള്ള മോഹൻ ഭാഗവതിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നു. ഒരു നടപടിയുമില്ല. ഫേസ്ബുക്ക് കുറിപ്പിട്ട് കളിക്കുന്ന മുഖ്യൻ ഇപ്പോൾ ഓമല്ലൂരുണ്ടായ സംഭവവികാസത്തിലും
ഒരു ഞെട്ടലും രേഖപ്പെടുത്തിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് ഒന്നും പറയാനുമില്ല, ഒന്നും മിണ്ടാനുമില്ല. മൗനി ഭാവയായി തുടരുകയാണ്. എന്തായാലും ഈ കാണുന്നതൊക്കെ സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്. ഇക്കഴിഞ്ഞ പെരുന്നാൾ ദിനത്തിൽ കാസർഗോഡ് കന്നുകാലികളെ കയറ്റി വന്ന വാൻ തടഞ്ഞത് വാർത്തയായിരുന്നു. സംഘികൾ കാസർഗോഡ് ചെയ്തൊരു പ്രവർത്തനമാണ്. എന്ത് നടപടി ഉണ്ടായി? നിങ്ങൾ വല്ലതും കേട്ടോ? ഒന്നും ഉണ്ടായില്ല. അതിങ്ങ് പത്തനംതിട്ട ഓമല്ലൂരിൽ BJPക്ക് സ്വാധീനമുള്ള ഒരു പഞ്ചായത്ത്, അല്ലെങ്കിൽ BJP ഭരിക്കുന്ന പഞ്ചായത്ത് എത്തിയപ്പോൾ ആ പഞ്ചായത്തിനകത്ത് പെന്തക്കോസ്റ്റ് വിഭാഗക്കാർക്ക് പ്രാർത്ഥിക്കാൻ അവസരം കൊടുക്കില്ല. അതിനകത്ത് ഒരു സംഭവവികാസം അരങ്ങേറി. സംഭവവികാസത്തിൽ കേസെടുത്തതിന് ശേഷവും അതിന്റെ ആരാധന അനുവദിക്കില്ല എന്ന നിലയിലേക്ക് അവിടെ ചാടിക്കേറി അക്രമം അഴിച്ചുവിട്ടിട്ടുണ്ടെങ്കിൽ അത് നൽകുന്ന സൂചന എന്താണ്? കേരളത്തിൽ വരും കാലങ്ങളിൽ ന്യൂനപക്ഷ വിഭാഗക്കാർ എല്ലാം കൂടി ചേർന്ന് പൂക്കി മുഖ്യൻ വരട്ടെ എന്ന് ആഗ്രഹിച്ചു. ക്രിസ്ത്യൻസും മുസ്ലിംസും ഉണ്ട്. രണ്ട് വിഭാഗക്കാർക്കും വരും കാലങ്ങളിൽ ഈ നാട്ടിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന നോർത്ത് ഇന്ത്യൻ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നിടത്ത് അത് കേരളത്തിലേക്ക് പറിച്ചു നടപ്പെടുന്നു എന്നൊരു റിയാലിറ്റിയാണ് അവിടെ കണ്ടതെന്ന് വളരെ കൃത്യമായി പറയുകയാണ്. അത് ഒരു സൂചനയാണെന്ന് കൂടി അടിവരയിട്ട് പറഞ്ഞു. ഓക്കെ, നാട്ടുകാർക്ക് ഇങ്ങനെയാണ് പറയാനുള്ളത്. അവിടുത്തെ ഏറ്റവും നല്ലൊരു മൈനായിട്ടുള്ള ആളാണ്. പള്ളിയിലച്ഛനാണോ എന്ന് സംശയമുണ്ട്. അത് നമുക്ക് ഉറപ്പില്ലാത്ത കാര്യം ഉറപ്പുണ്ടെന്ന് പറയാൻ പറ്റും. അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള അങ്ങനെ ഒരു കാരണവശാലും ഇന്ന് വരെ എന്റെ ശ്രദ്ധയിൽ അങ്ങനെ ആരും അവിടുത്തെ അധികാരികളോ മറ്റൊരാളോ അങ്ങനെ എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല. അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ടൊരു ധാരണ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതെ, കുഞ്ഞുങ്ങളോ ഒരു തരത്തിലുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇല്ല, അങ്ങനെ മർദ്ദനം ഇതുവരെ നടന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, നമുക്കറിയില്ല. ഈ കുട്ടികൾ എങ്ങനെയാണ് അവിടെ ചെന്നത്? വൃദ്ധസദനത്തിൽ 17-15 വയസ്സുള്ള കുട്ടികൾ സദനത്തിലല്ല താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അത് നിയമത്തിന്റെ മുമ്പിൽ കിടക്കുന്നതാണ്. ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാൻ ആളല്ല. എനിക്കത് പറയാൻ ആരാധനയോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അവിടെ വെച്ചാണ് മർദ്ദനമേറ്റതെന്നാണല്ലോ പറയുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായൊരു ബോധ്യമില്ല. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അന്വേഷണ വിധേയമായിരിക്കുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും അവർക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. നമ്മൾ ഇന്റർവ്യൂ ബോർഡാണ് ഇവിടെയുള്ള ആളുകളെ എടുക്കുന്നത്. ഇന്റർവ്യൂ ബോർഡ് കൂടിയിട്ടാണ് ഇങ്ങനെയുള്ള ആളുകളെ എടുക്കുന്നത്. ആ നിലയിലാണ്. അതിനെക്കുറിച്ച് നിയമത്തിന്റെ മുമ്പിലുള്ള കാര്യമാണ്. അത് പറയാം. ഇതിപ്പോ ഇവിടുത്തെ ആരാധന തടയാം. അതായത് നോർത്ത് ഇന്ത്യയിൽ കാണും പോലെ കൃത്യമായിട്ട് ആരാധന തടയുകയാണ് ലക്ഷ്യം. നമ്മൾ ഇവരുമായിട്ടൊന്നും യാതൊരു പ്രശ്നമോ യാതൊരു കാര്യമോ ഇല്ല. ഇനിയും മാധ്യമങ്ങൾ പറഞ്ഞതിന് ഒളിവിലാണെന്ന്. ഞാൻ ഇന്നലെയും ഇവിടെയുണ്ട്, മിനിങ്ങാന്നും ഇവിടെയുണ്ട്, എല്ലാ ദിവസവും ഞാൻ ഇവിടെ തന്നെയുണ്ട്. വാർത്താ സമ്മേളനം എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞിട്ടാണ് ഞാൻ വാർത്താ സമ്മേളനത്തിന് എന്നോട് ചോദിച്ചു ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ വരും എന്നാണ് പറഞ്ഞത്. അതിനപ്പുറത്ത് മറ്റൊരു കാര്യം എനിക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ടില്ല. ഇല്ല, അങ്ങനെയല്ല. ഞാൻ കുഞ്ഞുങ്ങളെ ഇപ്പൊ അങ്ങനെ ഒരു പഠിക്കാൻ കഴിവില്ലാത്ത 3000 കുട്ടികൾക്ക് പഠന സഹായം കൊടുക്കുന്ന ഒരു പാസ്റ്ററാണ് ഞാൻ. എല്ലാ വർഷവും ഇത് ചെയ്യുന്നത്. ഇത് ലൈവാണ്, എല്ലാ വർഷവും ചെയ്യുന്നതാണ്. ഞാൻ ഒരു 24 വർഷമായിട്ട് ശുശ്രൂഷകനാണ്. ഇങ്ങനെ കഞ്ചാവും ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ എൻ്റെ കൂടെ കൂട്ടും, എൻ്റെ വീട്ടിൽ താമസിപ്പിക്കും. അത് നിരന്തരമായി ചെയ്യാറുള്ള ഒരു കാര്യമാണ്. ഇപ്പോഴും ഞാനത് ചെയ്യുന്നു. എൻ്റെ കൂടെ അങ്ങനെയുള്ള നിരവധി ആളുകളുണ്ട്. ഉയർന്നു വരുന്ന ഇത് ആരാധനയോടുള്ള തടസ്സമാണ്. നമ്മളോട് വേറെ വ്യക്തിപരമായിട്ട് അവർക്ക് വൈരാഗ്യമില്ല. നമ്മൾ ഈ കുട്ടിക്ക് ആരാധിക്കാൻ, ഈ കുട്ടിയുടെ കാര്യത്തിൽ എനിക്കറിയില്ല. ഈ അല്ല, ആരാധനയ്ക്കെതിരെയുള്ള കുട്ടി ഇല്ല. ഇന്ന് വരെ അങ്ങനത്തെ ഒരു കാര്യം കുട്ടികൾ തമ്മിലുണ്ടായ സംഘർഷമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ച് കോടതിയിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ബാക്കി പറയാത്തത്. അല്ല, ആ കുട്ടിയും അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണ പറഞ്ഞതായിട്ട് ഞാൻ ഇതെല്ലാം മാധ്യമങ്ങളിലൂടെ അറിയുന്ന അറിവാണ്. എനിക്ക് അല്ലാതെ വ്യക്തിപരമായി എനിക്കിതിനെക്കുറിച്ച് ബോധ്യമില്ല. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കാര്യമോ ഒന്നും പറയില്ല. ഇത് ബോധപൂർവമായി നമ്മുടെ ആരാധന തടയുകയാണ് ഇവിടെ ഗൂഢമായ ലക്ഷ്യം. എല്ലാ മാധ്യമ പ്രവർത്തകരും അറിയാൻ ഒരു കാര്യം പറയുകയാണ്. ഒരു കാര്യം പറയുകയാണ്. അതായത് ഒരു ക്രൈം നടന്നു ഒരു സ്ഥാപനത്തിൽ. അതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് അധികാരികൾ അതിന്റെ കേസ് എടുത്തിട്ടുണ്ട്. ചൈൽഡ് വെൽഫെയറുകാരും വന്ന് അതിന്റെ രേഖകൾ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ സാറേ ഇത് ഒരു കാര്യം അതായത് അത് സംസാരിക്കല്ലായിരുന്നോ? അപ്പോൾ അതിന്റെ പേരിൽ കേരളത്തിലെ ആരാധനയുടെ സ്വാതന്ത്ര്യം, ബൈബിളുമായിട്ട് വരുന്ന ആൾക്കാരെ വഴി തടഞ്ഞു നിർത്തി അവരെ മർദ്ദിച്ച സംഭവമാണ് ഇന്ന് രാവിലെ ഉണ്ടായത്. അത് കേരളത്തിൽ അനുവദിക്കത്തില്ല.
ഞങ്ങള് പെന്തക്കോസ് ഏത് സ്ഥാപനത്തിന്റെ സാറേ, ഈ എലോഹിം വർഷിപ്പ് സെന്ററും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ വർഷിപ്പ് സെന്ററിൽ യാതൊരുവിധ ഞങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള നിലയിൽ അല്ല ഒരു മിനിറ്റ് സാർ. പിന്നെ സ്നേഹത്തണല് അത് മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മളുടെ. സ്നേഹത്തണലിൽ വളരെ കൃത്യമായിട്ട് ലൈസൻസ് ഇല്ല എന്നാണ് ആദ്യം മാധ്യമങ്ങൾ പറഞ്ഞത്. ഞങ്ങൾക്ക് ലൈസൻസ് ആണ് ഇല്ല. സ്നേഹത്തണൽ ലൈസൻസ് ഇല്ല. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് സംഭവം. ഓക്കെ, അപ്പോൾ തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയുമായി ഉടൻ വരാം. ഓക്കെ, ബൈ.